അപ്പോൾ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള മമ്മൂട്ടിയുടെ ടെർബോ 50 കോടി ക്ലബിലേക്ക് കടന്നിരിക്കുകയാണ്. 4 ദിവസം കൊണ്ടാണ് ടെർബോ 50 കോടിയിലേക്ക് കടക്കുന്നത്. എനിക്ക് തോന്നുന്നു ആടുജീവിതമാണ് ഇതിന് മുമ്പേ ഉള്ളൊരു റെക്കോർഡ്. ആ റെക്കോർഡ് ടെർബോ പൊളിച്ചിട്ടുണ്ട്. ടെർബോ ഒരു സമ്മിശ്ര പ്രതികരണമുള്ള സിനിമയായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അത് വളരെ പെട്ടെന്ന് തന്നെ 50 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. ഇതിന് റിവ്യൂവേഴ്സ് തന്നെ പല റിവ്യൂവേഴ്സും ഇതിൻ്റെ താത്വികമായ അവലോകനം നടത്തുകയും ഈ സിനിമ ആ രീതിയിൽ വർക്കൗട്ട് ആവില്ല എന്ന് പറയുകയൊക്കെ ചെയ്തത്. പക്ഷേ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദോപാധിയാണ്. അതായത് സിനിമയുടെ വളരെ ടെക്നിക്കലായ കാര്യങ്ങളോ ഒന്നും വേണ്ട, അവന് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് കണ്ടൻറ്റ് സിനിമയിൽ വേണം. അപ്പോൾ ആ സിനിമയിൽ അതുണ്ടെങ്കിൽ അത് വിജയിച്ചു പോകും. പല സിനിമകളും അങ്ങനെയാണ് വിജയിച്ചു പോകുന്നത്. അതിൻ്റെ ലോജിക്ക് ആലോചിച്ച്, അല്ലെങ്കിൽ ഇത് വീണ്ടും പറഞ്ഞ് കഥയാണോ, അങ്ങനെ പല കാര്യങ്ങളില്ല. ഇത് മനുഷ്യനെ എൻജോയ് ചെയ്യിച്ചാൽ മതി. അവൻ്റെ അതായത് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്ന സ്ഥലമാണ് തിയേറ്റർ, പ്രത്യേകിച്ച് മലയാളികൾക്ക്. നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ ആ വിഷമമൊക്കെ മാറ്റി വയ്ക്കാൻ ഒരു സിനിമ കണ്ടാൽ നമ്മൾ മൂഡ് മാറാനൊക്കെയാണ് നമ്മൾ സിനിമ തിയേറ്ററിൽ പോകുന്നത്. അല്ലാതെ അവിടെ ഇരുന്ന് കരയാൻ വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല. കരയുന്ന സിനിമകളും ഉണ്ടാവും, ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും വളരെ എൻജോയ് ചെയ്ത് സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ഒരു സിനിമ എന്ന രീതിയിലാണ് ടെർബോയെ കാണുന്നത്. നല്ല ഫൈറ്റുള്ള, കുറച്ച് കോമഡിയൊക്കെ ഉള്ള, നമ്മൾ കണ്ട ട്രാക്കിൽ പോകുന്നൊരു പടം. അപ്പോൾ ആ പടത്തിനെതിരെ വലിയ രീതിയിൽ ഓരോ പടത്തിനെയും നമ്മൾ ആ പടത്തിൻ്റെ ലെവൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ രീതി വെച്ചിട്ടാണ് നമ്മളതിനെ നിരീക്ഷിക്കേണ്ടത്. അല്ലാതെ വേറെ ഏതെങ്കിലും സിനിമയെ പോലെ നമ്മൾ നോക്കി നിരീക്ഷിക്കുകയല്ല വേണ്ടത്. എല്ലാവരും അവരുടെ അഭിപ്രായം പറയുകയാണ് ചെയ്യുന്നത്. മിക്കവാറും ഞാൻ കാണുന്നത് ആദ്യത്തെ 1-2 പേരുടെ വലിയ പ്രധാനപ്പെട്ട ആൾക്കാരുടെ റിവ്യൂ കണ്ടിട്ടുണ്ട്. ബാക്കി റിവ്യൂസൊക്കെ കുറേ പേര് റിവ്യൂ ചെയ്യുന്നു. പലർക്കും അവരുടേതായിട്ടുള്ള റിവ്യൂ ഉണ്ടാവും. എന്നിരുന്നാലും ടെർബോ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് എൻ്റെ മലയാളികൾക്ക് വേൾഡ് വൈഡ് മലയാളികൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. GCCയിലൊക്കെ വലിയ കളക്ഷനാണ് ഇതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ രാവിലെ നോക്കി, വൈകുന്നേരം 6 മണിക്കൊക്കെ നോക്കുമ്പോൾ ഫുൾ ഓൾറെഡി എല്ലാം ബുക്ക്ഡാണ്. മിക്കവാറും മെയിൻ സ്റ്റേഷനൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെയൊക്കെ ഈ ബുക്ക്ഡാണ്. ഇനിയിപ്പം രാത്രിത്തെ 10 മണിയുടെ ഷോ ഞാൻ മത്സരങ്ങളിൽ നോക്കി, അതെല്ലാം ഹൗസ്ഫുള്ളാണ് പടം. ഏതായാലും ഇന്നും ഈ പടത്തിന്, അതായത് ഒരു വർക്കിംഗ് ഡേ ആയിട്ട് കൂടി ഈ പടത്തിന് വലിയ ആളുണ്ട് എന്ന് തന്നെയാണ് പറയേണ്ടത്. അതുകൊണ്ട് ഈ സിനിമ എനിക്ക് തോന്നുന്നു വളരെ പെട്ടെന്ന് തന്നെ 75 കോടിയിലേക്കും 100 കോടിയിലേക്കും എത്താനുള്ള സാധ്യതയുണ്ട്, മറ്റ് വലിയ റിലീസുകളില്ലെങ്കിൽ. അതുപോലെ തന്നെ മറ്റു പടങ്ങളും വലിയ കുഴപ്പമില്ലാണ്ട് മലയാള സിനിമ വലിയ നല്ല രീതിയിലായതുകൊണ്ട് തന്നെ നല്ലൊരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ 1-2 സിനിമകളെയൊക്കെ സുഖമായിട്ട് മലയാളികൾക്ക് അല്ലെങ്കിൽ തിയേറ്ററുകൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സിനിമ ജയിക്കുന്നു എന്നതിൻ്റെ അർത്ഥം മറ്റൊരു സിനിമ തോൽക്കുന്നു എന്നല്ലതല്ല. ഇത് വെറും ഒരു താണ ഫാൻ ഫൈറ്റിലേക്ക് മലയാള സിനിമ തിരിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതും തോന്നുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു നടൻ്റെ ഒരു സിനിമ തോൽക്കുന്നത് കൊണ്ട് മറ്റേ സിനിമ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പരസ്പരമുള്ള തെറിവുകളും ഗോക്കുവിളികളും നമ്മൾ കാണുന്നുണ്ട്. ഇതൊരു നല്ല ശീലമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ട് മലയാള സിനിമ ഫാൻ ഫൈറ്റൊക്കെ കേട്ടതാണ് കുറേ കാലം. പിന്നെ സിനിമകൾ തന്നെ ഓടാതായി. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല സിനിമകളിലേക്കും വ്യത്യസ്ത സിനിമകളിലേക്കും തിരിച്ചു വന്നു. ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ വന്നേക്കാം. അപ്പോൾ രണ്ടാമതും ഒരു ഫാൻ ഫൈറ്റിലേക്കാണോ പോകുന്നതെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത്തരം ഫാൻ ഫൈറ്റുകൾ മലയാള സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സിനിമകൾ കാണട്ടെ, സിനിമകൾ ഉണ്ടാവട്ടെ, അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ, തമാശപ്പടങ്ങൾ. ഇപ്പോൾ ഗുരുവായൂർ അമ്പലനടയിലൊക്കെ നമുക്ക് അങ്ങനെ ലോജിക്കൽ എന്ന് ആലോചിച്ചൊന്നുമില്ല. പക്ഷേ അതൊരു തമാശ പടം, ഒരു ദിവസം കണ്ടിരിക്കാവുന്ന പടമൊക്കെയാണ്. നല്ല ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ ഉണ്ടാവും, നല്ല ഇതുപോലെ ടെർബോ പോലെ നല്ല അടിപ്പടങ്ങളുണ്ടാവും, നമുക്ക് തമിഴ് സ്റ്റൈലിലൊക്കെ തോന്നുന്ന പടങ്ങളുണ്ടാവും, അല്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അത് കാണാൻ എല്ലാവർക്കും പറ്റും. എല്ലാവരും സിനിമകളും വരട്ടെ. വെറും ക്ലാസ് സിനിമകൾ മാത്രം പോരാ, നല്ല നല്ല സിനിമകളും തമാശ സിനിമകളും ചെറിയ സിനിമകളും ഒക്കെ വേണം. എന്നാലേ ഒരു ടോട്ടൽ മലയാള സിനിമ വലുതാവുള്ളൂ. അല്ലാതെ വെറും ആർട്ട് സിനിമകളും ക്ലാസ് സിനിമകളും മാത്രം മതി. പിന്നെ ഇവർക്കൊക്കെ എന്താണ്, ഇവരൊക്കെ ഒരു സിനിമ എടുത്തവരാണ്. പല റിവ്യൂസും വെറുതെ സിനിമയെക്കുറിച്ച് അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം, ഇവർ സിനിമ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണിച്ചു തരട്ടെ എന്ന് പറയുന്നത് തെറ്റാണ്. പണ്ടാരോ പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ പാടില്ല. പക്ഷെ എന്നാൽ കൂടി നമ്മൾ സിനിമയെ വല്ലാതെ പരിഹസിക്കാൻ പാടില്ല. പരിഹാസം ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ ചില ആൾക്കാർക്ക് വളരെ മോശമായിട്ട് പരിഹസിക്കുന്നുണ്ട്. ഇപ്പം മലക്കോട്ടെ വാലിബൻ എന്നൊക്കെ പറഞ്ഞ സിനിമയെ എത്രത്തോളമാണ് പ്രധാനപ്പെട്ട, ഇപ്പം മമ്മൂട്ടി കമ്പനി അവരുടെ ഇത് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തിയല്ലോ. അദ്ദേഹമൊക്കെ എത്ര മോശമായിട്ടാണ് ആ സിനിമയെ നമ്മളത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. മറ്റുള്ള പരിഹസിക്കുന്നത് കാണുമ്പോൾ എൻജോയ് ചെയ്യുന്നവർ അത് എന്ന് പറയാനില്ല. അപ്പോൾ അത്തരം രീതിയിൽ സിനിമകളെ വല്ലാത്ത രീതിയിൽ, ഇപ്പം ബാന്ദ്രയൊക്കെ എത്ര രീതിയിലാണ് പറഞ്ഞത്, അത്ര ഒരു സിനിമയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം. പക്ഷെ അതിനെ മറ്റു രീതിയിൽ അതിൻ്റെ ഡ്രസ്സൊക്കെ ധരിച്ചു വന്ന് വളരെ പുച്ഛത്തോടെ അവതരിപ്പിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമ്മൾ നോക്കുക. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെ വലിയ നടന്മാരെയൊക്കെ ഇങ്ങനെ പരിഹസിക്കുന്നത്, അല്ല ചോറുണ്ണുന്ന രീതിയിലൊക്കെ വന്നിട്ടാണ് വാലിബൻ ചെയ്തത്. അതൊക്കെ ശരിയല്ലാത്ത നടപടിയാണ്. അതൊക്കെ നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് പോയി. അതും നമ്മൾ അംഗീകരിച്ചു കൊടുത്തു. അതെല്ലാം അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു വളരെ നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാവുന്നുണ്ട്. പല തരത്തിലുള്ള പല ജോണേഴ്സുള്ള സിനിമകൾ, എല്ലാ സിനിമകളും ഓടട്ടെ. പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത്. റിവ്യൂസ് ഒരു റൂമിലിരുന്ന് പറയുന്ന കാര്യങ്ങളും അവർക്ക് മാത്രം തോന്നുന്ന കാര്യമാണ്. അതൊന്നും ആരും കണ്ടിട്ട് ആരും സിനിമ കാണാൻ പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ആ സിനിമയെക്കുറിച്ചൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാണാം, അത്രയേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് മലയാള സിനിമ പിന്നെയും കുതിക്കുകയാണ്. ടെർബോ ഒരു 100 കോടിയിലെത്തട്ടെ, ഗുരുവായൂർ അമ്പലനടയിൽ 100 കോടിയിലെത്തട്ടെ, തലവൻ കയറി വരട്ടെ, എല്ലാ സിനിമകളും വരട്ടെ.
തിയേറ്ററുകളെ സജീവമാവട്ടെ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്.